ഈ ഒരു ജനറേഷനെ ഒരു എല്ലാവരും മറന്നുപോയ ഒരു ഇൻസിഡന്റിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ സിനിമ പറയുന്ന വിഷയം അല്ലെങ്കിൽ അതിന്റെ ധൈര്യം അതൊക്കെ സമ്മതിച്ചേ പറ്റൂ. അനുരാജ്, അത്തരത്തിൽ ആ സിനിമ എല്ലാവരും കാണുന്നു. ഇമോഷൻ കുറച്ച് കണക്റ്റഡ് ആണ് സിനിമ. എല്ലാവർക്കും ആ പോസിറ്റിവിറ്റി കിട്ടുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യം. അബിൻ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരുന്നു റൈറ്റിംഗ് സ്റ്റൈലിൽ? ഇല്ല, അങ്ങനെ സെൻസിറ്റീവ് ഇതിനെ പറ്റി ഒന്നും ടെൻഷൻ ഒന്നും അടിച്ചിട്ടില്ല. നമ്മള് ഈ ഒരു ക്യാരക്ടർ അയാളുടെ ഒരു ജേണിയാണ്, അപ്പൊ അത് പരമാവധി എൻഗേജിങ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ആ ഹ്യൂമൻ ഇമോഷൻസ് ഹൃദയം ഉള്ളത് കൊണ്ടാണ് കരയാൻ പറ്റുന്നത്. ഇപ്പം ആണുങ്ങൾ കരയുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മൾ പലപ്പോഴും. കോൺട്രവേഴ്സി ഒന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അത് അനുരാജും ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല, പ്രൊഡ്യൂസേഴ്സും ഉദ്ദേശിച്ചിട്ടില്ല, ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ഒരു കഥ പറയുക, അതിന്റെ ഇമോഷൻ ആളുകൾക്ക് കിട്ടുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും രാവിലെ ഉരുകളിൽ പോയി ഇവരുടെ സംസാരിച്ച് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇവരെ കൊണ്ടുവന്ന് ഇവരെ ഒന്ന് കൂളാക്കുന്ന പ്രൊസീജിയർ ഉണ്ടായിരുന്നു ശരിക്കും. അവരുടെ തനത് കലാരൂപങ്ങൾ പാട്ട് പാടിപ്പിക്കുക, അവരുടെ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യിപ്പിക്കുക, അങ്ങനെ ഒരു ഐസ് ബ്രേക്കിംഗ് പരിപാടികൾ നമ്മൾ പ്രൊഡക്ഷന്റെ ഭാഗത്ത് നമുക്ക് ചെയ്തു തരാൻ സാധിച്ചു. തിയേറ്ററിൽ സിനിമ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ഒരു മിനിറ്റ് ഇരുന്ന് പോയി എന്നുള്ളൊരു കമന്റാണ് എനിക്ക് ഭയങ്കര. ഒരു കുഞ്ഞ് ഒരു 15-17 വയസ്സുള്ള ഒരു പെൺകുട്ടി, അപ്പോൾ അവര് പറഞ്ഞവർ കരഞ്ഞ് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഞാനും കരഞ്ഞു. എങ്ങനെ ഷമീറുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? കുറച്ച് സൈക്കോ പരിപാടിയാണ്, എന്നാലും നമ്മള് കുറച്ച് യുദ്ധങ്ങളൊക്കെ നടത്തേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പക്ഷെ അത് സിനിമയ്ക്ക് പോസിറ്റീവായിട്ട് അവന്റെ ജഡ്ജ്മെന്റ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. അവർ അഡ്രസ് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യ അറിയേണ്ട ഒരു വിഷയമാണ്, ലോകം അറിയേണ്ട ഒരു വിഷയമാണ് അവർ ആ സിനിമയോട് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്താണ് ടിപ്പു എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തി? ടിപ്പുവിന്റെ കല്യാണമൊക്കെ വിളിച്ച ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ടുപേര് വരുന്നത്. അതിൽ ഒരാളെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ അന്ന് കുറച്ച് മെലിഞ്ഞാളായിരുന്നു, അന്ന് ഇപ്പൊ കുറച്ച് തടിച്ചല്ലോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ അവൻ കുറച്ച് ദിവസം എന്നോട് റിവെഞ്ച് ചെയ്തു, ഞാൻ അയക്കുന്ന മെസ്സേജ് ഒന്നും റിപ്ലൈ ഇല്ല. ഇതുപോലെ വലിയൊരു ഇവന്റ് ഒക്കെ കാണിച്ചിട്ട് ഇതിന്റെ അവസാനം നമ്മുടെ ഉള്ളിലൊരു ചെറിയ നോവ് വെച്ച് വിടുന്ന പടങ്ങൾ കുറവാണ്. അത് ഭയങ്കര ടച്ച് ചെയ്തല്ലോ. അപ്പോൾ എല്ലാവർക്കും സിനിമാ പ്രാന്തൻ്റെ ഒരു ഇൻ്റർവ്യൂ സെഷനിലേക്ക് സ്വാഗതം. എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. കാര്യം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളൊരു സിനിമ തിയേറ്ററിൽ തകർത്തോടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമയുടെ ഡയറക്ടർ, റൈറ്റർ, പ്രൊഡ്യൂസർ എല്ലാവരും ഈ നമ്മുടെ ഇൻ്റർവ്യൂവിലുണ്ട്. അപ്പം അവരുമായിട്ടൊരു ചെറിയ ചിറ്റ് ഭയങ്കര ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല, ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇവരെല്ലാം അത്രത്തോളം എനിക്കറിയാവുന്ന അത്രത്തോളം വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവരോട്ടുള്ളൊരു ചെറിയൊരു ചിറ്റ് നിങ്ങളുടെ മുമ്പ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്തായാലും ആദ്യം അനുരാജിനോട് തന്നെ ചോദിക്കാം. അനുരാജിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ആമി എന്ന സിനിമയുടെ അസോസിയേറ്റ് ആണ് അനുരാജ്. അന്ന് മുതൽ 10-16ഓളം സിനിമകളിൽ വളരെ രീതിയിൽ കഷ്ടപ്പെട്ട്, ഇല്ലെങ്കിൽ ഇഷ്ക് പോലത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ഇത്രയും ബീറ്റ് ചെയ്ത് അനുരാജിൻ്റെ സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമ തിയേറ്ററിൽ കാണുന്ന ആൾക്കാരുടെ പല റിയാക്ഷൻ വീഡിയോസ് ഇപ്പോൾ ഓൺലൈനിലുണ്ട്, കുട്ടികൾ കരഞ്ഞുകൊണ്ട് പറയുന്നത്. എന്നാൽ ഈ ഒരു ജനറേഷനെ എല്ലാവരും മറന്നുപോയ ഒരു ഇൻസിഡന്റിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ സിനിമ പറയുന്ന വിഷയം അല്ലെങ്കിൽ അതിൻ്റെ ധൈര്യം അതൊക്കെ സമ്മതിച്ചേ പറ്റൂ. അനുരാജ്, എന്താണ് ഈ സക്സസ് മൊമെന്റിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? സക്സസ് മൊമെന്റ് ആയതുകൊണ്ട് തന്നെ സന്തോഷമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ പ്രൊഡ്യൂസറുണ്ട്, ടിപ്പു ഉണ്ട്, അഭിനുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ. ഈ പറഞ്ഞ പോലെ ആ സിനിമയുടെ ബേസ് കവർ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണ്, തിരക്കഥയാണ്. അത് അബിൻ എഴുതിയ തിരക്കഥയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് പിന്നീട് പ്രൊഡ്യൂസേഴ്സ് വരുന്നു. ഷിയാസ്ക് ഇപ്പോൾ ഇവിടെ ഇല്ല, പുള്ളി ദുബായിലാണുള്ളത്. ടിപ്പു ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത സാധ്യത തന്നെ അറിയാലോ. വയനാട്ടിലാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വയനാട്ടിലേക്ക് നമുക്ക് പ്രോപ്പർ എത്തിപ്പെടാൻ പറ്റാത്ത കുറേ ലൊക്കേഷനിൽ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കലി സാധാരണ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഡബിൾ ബഡ്ജറ്റാണ് വയനാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സംഭവിക്കാറ്. അപ്പോൾ എന്നാൽ പോലും അതിന് കൃത്യമായി ബാക്കപ്പ് ചെയ്ത് ഒരു പ്രൊഡക്ഷൻ ടീം ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് ദ ടീം എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും, ആർട്ടിസ്റ്റും, ടോവി, സുരാജേട്ടൻ, ചേരൻ സാർ, അങ്ങനെ ആര്യ, പ്രണവ്, അങ്ങനെ ഇപ്പം അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരുപാട് പുതുമുഖങ്ങൾ. അതെ. അപ്പം അത്തരത്തിൽ ആ സിനിമ എല്ലാവരും കാണുന്നു. തിയേറ്ററിൽ പോയി ഇമോഷൻ കുറച്ച് കണക്റ്റഡ് ആണ് സിനിമ. എല്ലാവർക്കും ആ പോസിറ്റിവിറ്റി കിട്ടുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യം. അതെനിക്ക് അതിന് ചോദിക്കാനുള്ളത്, ഇപ്പം അതിൻ്റെ ആദ്യ സിനിമ ഇഷ്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളിൽ, വളരെ കുറച്ച് ലൊക്കേഷനുകൾ, ഒരു വീട്ടിനകത്താണ് സെക്കൻഡ് ഹാഫ് മൊത്തം സംഭവിക്കുന്നത് അല്ലേ? അങ്ങ് സിനിമയ്ക്ക് ശേഷം ഇത്രയും സ്കെയിലൊരു സിനിമ, ഇത്രയും ആർട്ടിസ്റ്റുകൾ, യുദ്ധഭൂമി പോലെ ഭയങ്കര ഫയർ വർക്കുകൾ, ആക്ഷൻ സീക്വൻസുകൾ, അങ്ങനൊരു സിനിമയിലേക്കുള്ള മുൻകരുതലും തയ്യാറെടുപ്പും എന്തൊക്കെയായിരുന്നു അനുരാജിന്റെ? ഇത് ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടായിരുന്നല്ലോ. ഇതൊരു മേക്കിംഗ് പരിപാടിയിൽ നമുക്ക് കുറച്ചും കൂടി ലൗഡർ ആവേണ്ടി വരും. കുറച്ചും കൂടി എക്സിക്യൂഷൻ ലെവലിൽ നമ്മൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു സാധ്യത പറഞ്ഞ പോലെ ഇത്രയും സിനിമകൾ വർക്ക് ചെയ്ത് ഇപ്പോൾ ആമയും തന്നെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ വലിയ സിനിമ, നമ്മൾ അന്നെടുത്ത എഫേർട്ട്. അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്ക്രിപ്റ്റിൽ എന്ത് ചെയ്യണം, ഓവർ ഗിമിക്കായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല സിനിമയിൽ. കൃത്യമായി അതെങ്ങനെ പ്ലാൻ ചെയ്യുക, അതിലേക്കുള്ള എക്സിക്യൂഷനുള്ള പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ റെഫറൻസ് എടുക്കാൻ പറ്റില്ല ഈ സിനിമയ്ക്ക്. മറ്റൊരു സിനിമയായിട്ട് ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാഫിൽ കുറേ ഏരിയകൾക്ക് മുൻധാരണകളില്ല.
സിനിമ മറ്റൊരു സിനിമയെ പോലെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല. അപ്പം സത്യസന്ധമായും സീനുകളിലോട് കൃത്യമായി ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എടുത്തിരുന്നു. പിന്നെ സാജിദ് പറഞ്ഞ പോലെ മറ്റേ സിനിമയും ഞാൻ ആദ്യ സിനിമയായിട്ട് ചിലപ്പോൾ പലപ്പോഴും ആൾക്കാർ എടുക്കാത്ത തരത്തിലുള്ള സിനിമയാണ് ഇഷ്ടം. എന്നോട് അന്നും പറഞ്ഞിരുന്നു ഇത് ആദ്യ സിനിമയായി ചെയ്യണം എന്നുള്ളത്. എനിക്ക് എൻ്റെ ഉള്ളിലുള്ളത് അതൊരു ചലഞ്ചാണ്. ആ ചലഞ്ചിനെ ക്രാക്ക് ചെയ്താൽ എന്നിലെ സംവിധായകൻ അടയാളപ്പെടുത്തും എന്നുള്ളത്. അപ്പോൾ ഇതും ഈ സിനിമയ്ക്ക് അത് തന്നെയാണുള്ളത്. വലിയ ക്യാൻവാസ് സിനിമയാണ്. മിനിമൽ സമയത്ത് മിനിമൽ സെറ്റപ്പിൽ നമ്മളത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീണ്ടും ഒരു അടയാളപ്പെടുത്തുള്ള സംവിധായകൻ എന്നുള്ളത് ഉറപ്പായിട്ടും അടയാളപ്പെടുത്തുള്ള തിയേറ്ററിൽ ഇപ്പം നിറഞ്ഞു കവിയുന്നത് അല്ലേ. അടയാളപ്പെടുത്തൽ ഞങ്ങൾ സ്വീകരിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അല്ലേ. ഇപ്പം അഭിനോട് ഇപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി വിന്നറായ ഒരു റൈറ്ററാണ്. അത്രയും വെൽ നോളജ് ആയിട്ടുള്ള അറിയപ്പെടുന്ന റൈറ്ററാണ്. അപ്പം അഭിൻ ഈ സിനിമ സംസാരിക്കുമ്പോൾ ഈ സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. കാരണം മുത്തങ്ങ പോലൊരു സിനിമയെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമാറ്റിക് വേർഷൻ, ഒരിക്കലും ഞാൻ കംപ്ലീറ്റ് ആയിട്ടാണെന്ന് പറയുന്നില്ല, എന്നാൽ ഒരു സിനിമാറ്റിക് വേർഷൻ ചെയ്യുമ്പോൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരുന്നു അതിന്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ? ഇല്ല, അങ്ങനെ സെൻസിറ്റീവ് ഇതിനെ പറ്റി ഒന്നും ടെൻഷനൊന്നും അടിച്ചിട്ടില്ല. നമ്മൾ ഈ ഒരു ക്യാരക്ടർ അയാളുടെ ഒരു ജേണിയാണ് പടം. അപ്പോൾ അത് പരമാവധി എൻഗേജിങ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അനാവശ്യമായ സീനുകൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ വേണമല്ലോ പറഞ്ഞു പോകാൻ ഉള്ള. ഈ സിനിമ ഒരു പോയിന്റിൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഇല്ലെങ്കിൽ ഒന്നിനെയൊന്നും ഇല്ല, അങ്ങനെ കോൺട്രവേഴ്സി ഒന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അത് അനുരാജും ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല, പ്രൊഡ്യൂസേഴ്സും ഉദ്ദേശിച്ചിട്ടില്ല, ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ഒരു കഥ പറയുക, അതിൻ്റെ ഇമോഷൻ ആളുകൾക്ക് കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് തിയേറ്ററിൽ നിൽക്കുന്ന റെസ്പോൺസിലാണ് നമ്മൾ ഹാപ്പി ആവുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിച്ച ഇമോഷൻ അവർക്ക് കിട്ടി, അവരുടെ എന്താ പറയുക ഒരു ഹെവി ഹാർട്ടഡായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി എന്നുള്ളിടത്താണ് നമ്മൾ ഹാപ്പി ആവുന്നത്. ഏതാണ് സിനിമ കണ്ടതിന് ശേഷം ഏറ്റവും ഇമോഷണലി ഒരുപാട് കമന്റ്സ് ഇട്ട് എനിക്കറിയാം, ഒരുപാട് ആളുകൾ വിളിച്ചെന്നറിയാം, ഒരുപാട് റൈറ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റിംഗ് സുഹൃത്തുക്കൾ, ഏതാണ് അഭിനയ ഹൃദയത്തോട് ചേർത്താൻ പറ്റിയ റൈറ്റർ ഒരു കമന്റ് ചെയ്തായിരിക്കും? അതല്ല, എല്ലാവരും എന്താ പറയുക തിയേറ്ററിൽ സിനിമ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ഒരു മിനിറ്റ് ഇരുന്ന് പോയി എന്നുള്ളൊരു കമൻറ്റാണ് എനിക്ക് ഭയങ്കര. കാരണം ആ കണ്ടതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ എന്താ പറയുക അത് ആ ഉള്ളിലെടുത്തുകൊണ്ട് പുറത്തിറങ്ങി എന്നുള്ളൊരു സാധനം തന്നെയാണ്. കാരണം നമ്മൾ സിനിമ കണ്ട് തിയേറ്ററിൽ കണ്ട് അത് അവിടെ ഉപേക്ഷിച്ച് പോകുന്നതും ആ സിനിമ ഉള്ളിലെടുത്തുകൊണ്ട് പോകുന്നതുമായിട്ട് വലിയ വ്യത്യാസമുണ്ടല്ലോ. അതിൽ നമ്മൾ ഹാപ്പിയാണ്. ഒരിക്കലും ഈ സിനിമ അങ്ങനെ ഉള്ളെടുത്തോണ്ട് പോകേണ്ട സിനിമയാണ് അല്ലേ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തിയേറ്റർ വിസിറ്റിന് പോയിരുന്നു പല സ്ഥലങ്ങളൊക്കെ. ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറ തിയേറ്ററിൽ പോയിരുന്നു, പത്മ. അങ്ങനെ തിയേറ്ററിൽ പോകുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ട് നമ്മളെ തൊടുന്നു എന്നുള്ളതാണ്. അവരുടെ മനസ്സ് തൊട്ടുണ്ടായിരിക്കില്ല നമ്മളെ ഇപ്പോഴും ഒരു കുഞ്ഞ്, ഒരു 15-17 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവര് സിനിമ നല്ലതെന്ന് പറയാൻ വേണ്ടിട്ട് വന്നതാ. നേരെ ശ്രീകാന്ത് മുരളിയെടുത്ത് സംസാരിച്ചിട്ട് അങ്ങനത്തേക്ക് വന്നു. അപ്പൊ അഭിനുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവര് പറഞ്ഞവർ കരഞ്ഞ് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഞാനും കരഞ്ഞു വെച്ചാൽ ഇമോഷണൽ ആകുക എന്നുള്ളത്. നമ്മുടെ സിനിമയെ ആൾക്കാർ അത്തരത്തിൽ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് പലപ്പോഴും. ഒരാൾ ദുബായിൽ നിന്ന് വിളിച്ചു, എന്നെ ഒരു പരിചയമില്ല, എവിടുന്ന് നമ്പർ തപ്പിയെടുത്ത് വിളിച്ചിട്ട് പുള്ളി ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞാൽ പുള്ളി സാധാരണ ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണ് ദുബായിൽ. പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് 10 ടിക്കറ്റ് നാട്ടിൽ 10 പേർക്ക് പിന്നെ പൈസ ഇട്ട് കൊടുത്തു. ഈ സിനിമ എന്തായാലും കാണണം, മഴയാണെങ്കിലും എന്താണെങ്കിലും കാണണം എന്ന് പറഞ്ഞിട്ട്. പുള്ളി കരയായിരുന്നു വിളിക്കുന്നു. എന്നെ ഒരു പരിചയമില്ല, എവിടുന്ന്. സീനിയർ മാധ്യമ പ്രവർത്തകരുണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ, പേര് ഞാൻ പറയുന്നില്ല. അവരൊക്കെ ആ കാലത്ത് ഇന്ത്യ വിഷനിലും ഏഷ്യാനെറ്റിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർ വിളിച്ചിട്ട് ഇമോഷണൽ ആവുന്നു എന്ന് പറയുന്നിടത്താണ് എല്ലാ സിനിമകളും സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പം വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ അത് പറയുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. അല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ കൈയടിക്കാൻ തോന്നിയ സംഭവം ഇങ്ങനത്തെ സിനിമകൾ, ഇപ്പം ഇങ്ങനെ നടന്ന സംഭവങ്ങളെ വെച്ച് പറയും, പ്രത്യേകിച്ച് നിങ്ങളെ സമരഭൂമികളായ സിനിമകൾ പറയുമ്പം അതിൽ ഡോക്യുമെന്ററി സ്വഭാവം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ സിനിമയിൽ ഒരു പോയിന്റിൽ പോലും ഇപ്പോൾ സിനിമ തുടങ്ങുന്നത് തന്നെ അങ്ങനത്തെ ഒരു ഹൈ പോയിന്റിൽ തുടങ്ങി, പിന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭയങ്കര ഫാമിലി ഇമോഷൻസിലേക്ക് സിനിമ കൊണ്ടുപോകുന്നു. അവിടുന്ന് വീണ്ടും നമ്മൾ ത്രിൽ സ്വഭാവത്തെ സിനിമ കൊണ്ടുവരുന്നു. അതിനുശേഷം ഭയങ്കര ആക്ഷൻ സീക്വൻസിലേക്ക് വരുന്നു. ശരിക്കൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. പർപ്പസ്ഫുള്ളി ഇത് അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് അല്ലേ. അത് സിനിമയാണ് നമ്മൾ ട്രൈ ചെയ്തത്. അതെ, ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്. അതെ, സിനിമ ഇപ്പം നമ്മൾ ഡോക്യുമെന്ററിയും ഡോക്യു ഫിക്ഷൻസ് ഒക്കെ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം സമരങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെ അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ടൊവിയെ പോലത്തെ ഒരു മേജർ കാസ്റ്റ് ഇതിലേക്ക് വരുന്നത് അതിൻ്റെ തന്നെ ഉദ്ദേശത്തിലാണ്, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് അത്തരത്തിലുള്ള സിനിമ ചെയ്യുമ്പോൾ ആ കണ്ടന്റ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എത്രയും എൻഗേജ്ഡ് ആക്കാൻ പറ്റും അത്രയും എൻഗേജ്ഡ് ആക്കാൻ പറ്റുന്ന ശ്രമങ്ങളെല്ലാം, ടെക്നിക്കൽ ശ്രമങ്ങളെല്ലാം നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് പുതിയ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് പഴയ സമരങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണകൾ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കും കൂടി കണക്ട് ആവണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടില്ലായിരുന്നു, ഒരു കുട്ടി 12-13 വയസ്സുള്ള കുഞ്ഞ് തിയേറ്ററിൽ ഇരുന്ന് കരയാണ്. അപ്പം അതവരെ ആ ഹ്യൂമൻ ഇമോഷൻസ് ഹൃദയമുള്ളത് കൊണ്ടാണ് കരയാൻ പറ്റുന്നത്. ഇപ്പം ആണുങ്ങൾ കരയുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മൾ പലപ്പോഴും. അപ്പോൾ
ആൾക്കാർ കരയുക എന്നുള്ളത് ഹൃദയമുള്ളതുകൊണ്ടാണ് കരയുന്നത്. ഉറപ്പായിട്ടും. മറ്റൊരാളുടെ വേദന അല്ലെങ്കിൽ മറ്റൊരാളുടെ പെയിൻ നമ്മളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കരയാൻ പറ്റുന്നത്. അപ്പം അത് നല്ല ഇമോഷനാണ്. അല്ല, അത് മാത്രമല്ല കാസ്റ്റിംഗ് എടുത്തു പറയണം അനുരാജിന് കൈയടി തന്നേ പറ്റൂ. കാര്യം ഇതിനകത്ത് ഒരു പോയിന്റിലും പെർഫോമൻസ് പുതിയ ആളുകളാണെങ്കിലും ഇപ്പം അഭിനയിച്ചു. അതുപോലെ ഇതിനകത്ത് ട്രൈബ് കമ്മ്യൂണിറ്റി ആയിട്ട് അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളുടെയൊക്കെ ആണെങ്കിൽ സെലക്ഷനൊക്കെ ഉണ്ടല്ലോ, ഭീകരമാണ് അവർ മുറുക്കാൻ ചവിട്ടുന്നത്. അവർ ഡ്രസ് കോഡ് എങ്ങനെ ഇത്രത്തോളം അനുരാജ് ഇത്രത്തോളം അതിനെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തത്? അല്ല, ഇത് നമ്മൾ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. ഈ ഇരിട്ടി ആർള ഫാമിന്റെ അടുത്തൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾക്ക് ആദിവാസി സമൂഹത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെയൊക്കെ. അപ്പം നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഇവരുടെ ജീവിതം എന്നുള്ളത്, അതിൻ്റെയും കൂടി അടയാളപ്പെടുത്തലും കൂടി ഈ സിനിമ. അപ്പോൾ നമ്മൾ ഒരു 3 മാസം മുതൽ എടുക്കും. 3 മാസം മുമ്പ് അവിടെ വയനാട്ടിൽ പോയി നമ്മൾ ആ ഒരു ഹോട്ടൽ വലിയ ഹോട്ടൽ ഹയർ ചെയ്തിട്ട് എല്ലാ ദിവസവും രാവിലെ ഊരുകളിൽ പോയി ഇവരുടെ സംസാരിച്ച് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇവരെ കൊണ്ടുവന്ന് ഇവരെ ഒന്ന് കൂളാക്കുന്ന പ്രൊസീജിയർ ഉണ്ടായിരുന്നു. ശരിക്കും ഇവരെ വന്ന് അവരുടെ തനത് കലാരൂപങ്ങൾ പാട്ട് പാടിപ്പിക്കുക, അവരുടെ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യിപ്പിക്കുക, അങ്ങനെ ഒരു ഐസ് ബ്രേക്കിംഗ് പരിപാടികൾ നമ്മൾ പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നമുക്ക് ചെയ്തു തരാൻ സാധിച്ചു. അപ്പോൾ ഒരു സിനിമ ഷൂട്ട് തുടങ്ങിയ 5-ാമത്തെ ദിവസം മുതൽ നമ്മളെല്ലാം ഒരു ടീമിലെ മെമ്പേഴ്സ് പോലെ ആയി. പിന്നെ അവർക്കുള്ളിൽ തന്നെ ഒരു കോർഡിനേറ്റർ വന്നു, പ്രസാദേട്ടൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രസാദേട്ടന് ഈ സിനിമയുടെ ഉദ്ദേശം എന്താണെന്ന് പ്രസാദേട്ടന് മനസ്സിലായി. അത് പതിയെ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ പിന്നെ ഒരു ടീമായി. അപ്പം അവരെങ്ങനെയാണോ പെരുമാറുന്നത്, അവരെങ്ങനെയാണോ ചിരിക്കുന്നത്, അവരെങ്ങനെയാണോ കരയുന്നത്, അവരെങ്ങനെയാണോ ലൗഡാവുന്നത്, അത് അങ്ങനെ തന്നെ വേണം എന്നാണ് പറഞ്ഞത്. അഭിനയം വേണ്ട എന്നുള്ളത്. അപ്പം അങ്ങനെ തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. അത് ഭയങ്കര, ഞാൻ ഒരുപാട് റിവ്യൂകൾ വായിച്ചു പെർഫോമൻസിനെ കുറിച്ച്. അത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. പ്രത്യേകിച്ച് ഇവരൊക്കെ ഡബ് ചെയ്തിരിക്കുന്നത്, ആര്യസിലേക്ക് ഡബ് ചെയ്തിരിക്കുന്നതൊക്കെ മൈൻഡ് ബ്ലോയിങ് ആണ് അനുരാജ്. അത് എൻ്റെ ഏറ്റവും സ്ട്രോങ് ഏരിയ ആണ് അല്ലേ, പോസ്റ്റ് പ്രൊഡക്ഷൻ. അത്രത്തോളം സിനിമകളിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഡബിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഏരിയയാണ്. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എഡിറ്റിൽ തന്നെ ഇപ്പം നമ്മൾ എഡിറ്റർ ഷമീറാണ്. നമ്മൾ കാണാത്ത പെർസ്പെക്റ്റീവ്സ് ഒക്കെ ചിലപ്പോൾ എഡിറ്റിൽ കൊണ്ടുവരാം. അത് പറഞ്ഞറിയില്ല. ഇപ്പം ഷമീറിന്റെ ലാസ്റ്റ് 3 സിനിമകളെടുത്ത ബ്ലോക്ക് ബസ്റ്റർ, 4ാമത്തെ ബ്ലോക്ക് ബസ്റ്ററാണ് ആക്ച്വലി നരിവേട്ട. അപ്പം ഒരു സിനിമാറ്റിക് ആയിട്ടൊരു സിനിമയെ ഡെലിവർ ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അത് എങ്ങനെ ഷമീറുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? കുറച്ച് സൈക്കോ പരിപാടിയാണ്, എന്നാലും നമ്മൾ കുറച്ച് യുദ്ധങ്ങളൊക്കെ നടത്തേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പക്ഷെ അത് സിനിമയ്ക്ക് പോസിറ്റീവായിട്ട് അവന്റെ ചില ജഡ്ജ്മെന്റ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ ആ ജഡ്ജ്മെന്റിൽ ചിലപ്പോൾ നമുക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എത്രമാത്രം റൂട്ടഡ് ആയിട്ടാണ് ആ അഭിപ്രായം പറയുന്നത് അവൻ നമ്മളൊന്ന് ജഡ്ജ് ചെയ്യും. എന്നിട്ട് ആണ് സമ്മതിക്കുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ച് കലാപം ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വലിയ യുദ്ധം ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും നമ്മളും ഞാനും ഷമീറും കുറേ സുഹൃത്തുക്കളാണ്. 2011 മുതൽ നമുക്കറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഷമീറിനോട് വർക്ക് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആണ് ഷമീറിന്റെ ജഡ്ജ്മെന്റ് ഒക്കെ. ചില സീനുകളുടെ ജഡ്ജ്മെന്റ് നമ്മൾക്ക് ചിലപ്പോൾ ഷൂട്ട് ചെയ്ത സീനുകളോട് കുറച്ച് അധികം മമതയുണ്ടാവും. ആ സീന് കട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു ദക്ഷിണമില്ലാതെ കട്ട് ചെയ്ത് തൂക്കിയെടുത്ത് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ സിനിമയ്ക്ക് ലൈഫ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതേപോലെ ഒരു സാധാരണക്കാരന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഷമീർ സിനിമ കാണുന്ന എഡിറ്റിംഗ് അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് പല സമയങ്ങളിൽ. കാരണം അതിപ്പം നമ്മൾ ഇപ്പം ഇതിനു മുമ്പ് ഇറങ്ങിയ ARM ആണെങ്കിലും ഇല്ലെങ്കിൽ മാർക്കോ ആണെങ്കിലും എല്ലാ സിനിമകളും ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഈ സിനിമയ്ക്കും ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് അല്ലേ? പിന്നെ ഒരു സിനിമ അനുരാജ് പ്ലാൻ ചെയ്തിട്ട് ഒരുപാട് നാള് ഇതിന്റെ ഇത്രയും ബഡ്ജറ്റുള്ള സിനിമ ആയതുകൊണ്ടായിരിക്കാം അല്ലേ? അപ്പം ഇന്ത്യൻ സിനിമ കമ്പനി എന്നുള്ള കമ്പനി, ആ ടൈറ്റില് ഇന്ത്യൻ സിനിമ കമ്പനി എന്നുള്ളൊരു പ്രൊഡക്ഷൻ കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫസ്റ്റ് പ്രോജക്റ്റ് തന്നെയാണ് നരിവേട്ട അല്ലേ? അവർ അഡ്രസ് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ, ഇന്ത്യ അറിയേണ്ട ഒരു വിഷയമാണ്, ലോകം അറിയേണ്ട ഒരു വിഷയമാണ് അവർ ആ സിനിമയോട് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്താണ് ടിപ്പു എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തി, ഇല്ലെങ്കിൽ അനുരാജിനെ പരിചയപ്പെടുന്നു, രണ്ടാൾക്കാരുണ്ട്, 2 പ്രൊഡ്യൂസേഴ്സ് ഉള്ളത്. ഷിയാസ്ക്ക് ഇപ്പൊ നമ്മളോട് ഇല്ല. അപ്പം അതിന് വളരെ കാഷ്വായിട്ട് പറഞ്ഞോളൂ. ടിപ്പു അറിയാലോ, നമ്മൾ ഈ സിനിമ തുടങ്ങാൻ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ടിപ്പുവിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നത്. അപ്പം ടിപ്പുവിനെ ശരിക്കും എനിക്ക് 2016 ഒരു പരിചയമുണ്ട്, നമ്മുടെ നാട്ടുകാരാണ്. അപ്പോൾ ടിപ്പുവിനൊന്ന് മമ്മൂക്ക ഫാനാണ് ഭയങ്കര. മമ്മൂക്കയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ പുള്ളിക്കാരൻ സ്റ്റാർ ലൊക്കേഷനിൽ അനുരാജ് പുള്ളിക്കാരൻ സ്റ്റാറിനെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ടിപ്പു വന്നു, മമ്മൂക്കൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് പോയി. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കായിരുന്നു. പിന്നെ ടിപ്പുവിന്റെ കല്യാണമൊക്കെ വിളിച്ച ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേര് വരുന്നത്. അതിൽ ഒരാളെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ അന്ന് കുറച്ച് മെലിഞ്ഞ ആളായിരുന്നു, അന്ന് ഇപ്പൊ കുറച്ച് തടിച്ചല്ലോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല.
പിന്നെ അവൻ കുറച്ച് ദിവസം എന്നോട് റിവെഞ്ച് ചെയ്തു, ഞാൻ അയക്കുന്ന മെസ്സേജ് ഒന്നും റിപ്ലൈ ഇല്ല. അങ്ങനെ ഭീകരമായ റിവെഞ്ച് ഒക്കെ കഴിഞ്ഞ് പിന്നെ പതുക്കെ സിനിമയുടെ കഥയും ഷിയാസ്കയും ചേർന്ന് കഥ വായിച്ച് കഴിയുമ്പോൾ അത് അവർക്ക് സിനിമ കണക്ട് ആവുകയും ചെയ്തു. പിന്നെ അവർ ഇന്നായപ്പം മുതൽ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയി. സാധാരണഗതിയിൽ നമുക്കറിയാലോ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് അറിയാം. ത്രൂ ഔട്ട് നമ്മുടെ കൂടെ നിന്നു. ടിപ്പു ഇല്ലെങ്കിൽ ഷിയാസ്കില്ല ടിപ്പു, പിന്നെ ഇവരുടെ ഒരു മാനേജർ ഉണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രണവിൻ്റെയും സഹായം ചെറുതല്ല. അല്ല, എന്തായാലും അവർക്ക് പ്രൗഡായിട്ട് ഇന്ത്യൻ സിനിമാ കമ്പനിക്ക് ഇനി എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളുടെ ഈ കമ്പനി അടുത്ത പടം സംവിധാനം തീരുമാനിച്ചു. സമയം ചെയ്യാനല്ല, നമ്മൾ അടുത്ത പടം ചെയ്യാൻ പറഞ്ഞല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യൻ സിനിമാ കമ്പനി എന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് എന്നും എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ ചരിത്രം അടയാളപ്പെടുന്നത് ഈ സിനിമയുടെ പേരിലായിരിക്കും. കാര്യം അത്രത്തോളം മലയാളികൾ അല്ലെങ്കിൽ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും സിനിമ കോൺഫിഡൻസ് ഭയങ്കരമാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ കൊടുത്തൊരു 20 മിനിറ്റ് 25 മിനിറ്റ് നറേഷൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഫസ്റ്റ് പടമാണ്. അതിന്റെ സാധാരണ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് വായിക്കും, എന്നിട്ട് പരിചയക്കാരെ കൊണ്ട് മുഴുവൻ വായിപ്പിക്കും. സർവേ നടത്തിയിട്ടൊക്കെ പണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊന്നുമില്ല, ഒരു 20 മിനിറ്റിൽ നമ്മൾ കൊടുത്ത നറേഷനേ ഉള്ളൂ. ആ നറേഷനിൽ വിശ്വസിച്ചിട്ടാണ് ഇവരെന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ ഈ പടത്തിലേക്ക് എൻട്രി ചെയ്യാനുള്ള കാരണം. സെൻസിബിലിറ്റിയെ നമ്മൾ പറ്റുള്ളൂ. എങ്ങനെ ടിപ്പുന് എന്തുകൊണ്ട് തോന്നി സിനിമയുടെ കഥ കേട്ടപ്പോ? എന്താണ് ടിപ്പു ഹുക്ക് ചെയ്തത്? കഥ കേട്ടപ്പോ കഥ നല്ലൊരു പരിപാടിയാണ്. പിന്നെ എൻ്റെ അതിൽ വിശ്വാസമുണ്ട്. എൻ്റെ അതിന്റെ മുമ്പേ അറിയുന്നത് കൊണ്ട് അവന്റെ അത് ഞാൻ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. നല്ലതായി വരുമെന്ന് പ്രതീക്ഷയിൽ നമ്മൾ ആ വിശ്വാസം എന്തായാലും കാണാനുണ്ട്. അതെ, തിയേറ്ററിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷൻ നമുക്ക് കിട്ടും. ടിപ്പിന്റെ ജഡ്ജ്മെന്റ് കറക്റ്റാ. ടിപ്പു സ്ക്രിപ്റ്റിന്റെ സമയത്തൊന്നും വലിയ അഭിപ്രായം പറഞ്ഞില്ല. ഫസ്റ്റ് കട്ടതിന് ശേഷം ടിപ്പുവിന് ചില അഭിപ്രായങ്ങളൊക്കെ. നമ്മള് നോർമൽ ഒരു ഓഡിയൻസിനെ പോലെയാണല്ലോ പടം കാണുന്നത്. നമ്മൾ ആദ്യമായിട്ടാണല്ലോ പരിപാടിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ നമ്മളൊരു സാധാരണക്കാരനെ പോലെ പടം കാണുമ്പോൾ എന്താണെന്നുള്ളത് എൻ്റെ അതിനോട് പറയും. അപ്പം അവനത് ഓക്കെ ആണെങ്കിൽ ആടാ അത് അങ്ങനെ ആയിരിക്കുന്നില്ല. അങ്ങനെ മാറ്റിയിട്ടുണ്ട്, നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും രസകരമായ ബിസിനസ് കട്ട്, OTT പ്ലാറ്റ്ഫോമിനോട് ബിസിനസ് കട്ട് ഷമീർ എഡിറ്റ് ചെയ്തു. അപ്പോൾ ഷമീർ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചാണ്. അപ്പം ഞാൻ ഓക്കെ പോകും. നമ്മൾ ടിപ്പ് പറഞ്ഞ് എനിക്ക് ഓക്കെ അല്ല. അപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്തു. അപ്പം ഷമീർ അസിസ്റ്റന്റിനെ തരാന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണലാലിന്റെ അസിസ്റ്റന്റിനെ കൊടുത്തു. ഷമീർ ടിപ്പു കൃഷ്ണലാൽ കൂട്ടിയാണ് നമ്മുടെ സിനിമയുടെ ബിസിനസ് കട്ട് എഡിറ്റ് ചെയ്തത്. അത് അത്യാവശ്യം എല്ലാ പ്ലാറ്റ്ഫോമിലും വർക്കായില്ല, നമുക്ക് വർക്കായില്ല. അങ്ങനെയൊക്കെ അടിപൊളിയായിട്ടുള്ള അടിപൊളി ബിസിനസ് ആണ്. സിനിമയെ പറ്റി കൃത്യ ധാരണയുണ്ട് ടിപ്പുവിന്. ബാൻഡേജ് ഇടയ്ക്കിടയ്ക്ക് പറയും ഇത് ബാഹുബലി ഒന്നും അല്ല കേട്ടോ ടിപ്പുന്ന്. അപ്പൊ നീ രാജമൗലി അല്ലെന്ന് അഭിമ്രോ, എന്റെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇപ്പം ഒരിക്കലും ഈ ഒരു ഇപ്പം സിനിമകൾ ഇപ്പം ഫസ്റ്റ് ഷോ കണ്ട് വിജയിപ്പിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ 2005 to 2010 ജനിച്ച ഒരു നമ്മളെപ്പോലുള്ള വലിയ സന്ദർഭങ്ങൾ കാണാത്ത, ഇല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഇല്ലാത്ത ഒരു ഭാഗം. അപ്പം ഞാൻ ശരിക്കും ഈ സിനിമയിൽ ഏറ്റവും ഭയപ്പെട്ടത് അതായിരുന്നു. പക്ഷെ ഫസ്റ്റ് 3 days കളക്ഷൻ റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ആൾക്കാർ കേട്ടുകളും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പം ആ ഒരു സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു ഇമ്പാക്ട്. എങ്ങനെയാണ് അങ്ങനെ ആ ഒരു കളക്ഷൻ ഇല്ല, ആ ഒരു ജനറേഷൻ സിനിമ ഏറ്റത്തെ കുറിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞു 10-12 വയസ്സുള്ള കുട്ടികൾ കരയുന്നു, എനിക്ക് പോലീസ് സഹായം. അപ്പൊ അമ്മ പറയുന്നു അങ്ങനത്തെ പോലീസ് സഹായം മതി എന്ന് പറയുന്നു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ആ സങ്കടം എന്നുള്ള അല്ല വേദന എന്നുള്ള ഇമോഷൻ കണക്റ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു പടങ്ങൾ എനിക്ക് തോന്നുന്നു കുറേ ആയും തോന്നുന്നു മലയാളത്തിൽ വന്നിട്ട്. ഇപ്പൊ നമ്മുടെ ആക്ഷൻ കൊണ്ടും ഒക്കെ ത്രില്ലടിപ്പിക്കുന്ന പടങ്ങൾ വരുന്നുണ്ട്, തമാശ കൊണ്ട് ചിരിപ്പിക്കുന്ന പടങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് തൊടുന്ന പടങ്ങൾ സത്യത്തിൽ കുറവാണ് അല്ലേ? എനിക്ക് തോന്നുന്നു സമീപകാലത്ത് വന്ന സുഡാനൊക്കെ സിനിമകളാണ് ഉള്ളത്. അപ്പം പക്ഷെ ഇതുപോലെ വലിയൊരു ഇവന്റ് ഒക്കെ കാണിച്ചിട്ട് ഇതിന്റെ അവസാനം നമ്മുടെ ഉള്ളിലൊരു ചെറിയ നോവ് വെച്ച് വിടുന്ന പടങ്ങൾ കുറവാണ്. അത് ഭയങ്കര ടച്ച് ചെയ്യല്ലോ. നമുക്ക് അത് സങ്കടം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്നതല്ല. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കാൻ പറ്റും, ആർട്ടിഫിഷ്യലായിട്ട് കൈയടിക്കാൻ, ആവേശം കൊള്ളാം. പക്ഷെ നമുക്ക് ഒന്ന് കരഞ്ഞു കാണിക്കുക എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് അടിപൊളിയായിരുന്നു. കുഞ്ഞിന്റെ ഇമോഷൻ കണക്ട് ആവും. 100% കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അധികം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ സിനിമ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഡോഗിനെ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഇമോഷൻ, ആ ചാർലിയുടെ ഫുൾ ടൈം ആ ഡോഗുണ്ട് മധ്യപ്രദേശ്. അതിന്റെ ഞാൻ പറയുന്നില്ല, പക്ഷെ ആ എങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ അതിനകത്ത് പല സീക്വൻസുകളും CG അല്ല. ടോബി ഫൈറ്റ് ചെയ്യുന്ന സീക്വൻസ് ഒന്നും അത് CG അല്ലാന്ന് പറഞ്ഞു. എങ്ങനെ അത് ഹാൻഡിൽ എടുത്തു? ആരാണ് അതിന്റെ ഡോക്ടർ? ലക്കി ആണ് ഡോഗിന്റെ പേര്. ട്രെയിനറുടെ പേര് ഞാൻ മറന്നു. ഓർമ്മയുണ്ടോ? ഇല്ല, എനിക്ക് ഓർമ്മ. പുള്ളി തിരുവനന്തപുരത്ത് ഉള്ള ആളാണ്. നാടൻ ലക്കിയാണ്. ഭയങ്കര അടിപൊളിയാണ്. ചില സമയത്ത് മറ്റു പട്ടികൾ വരുമ്പോൾ ഇവൻ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആണ്. അല്ലാത്ത പക്ഷം നമ്മൾ പറയുന്നത് തന്നെ ചെയ്യുന്ന പ്രണവും ലക്കിയും തമ്മിൽ
ഭയങ്കര ബോണ്ടിങ് ആണ് തുടക്കം മുതലേ. പിന്നെ ടൊവി ഡോഗ് ലവറാണ്. ടൊവിയുടെ ഞാൻ ആദ്യം പറഞ്ഞത്, ടൊവി ലക്കിയുടെ പരിസരത്ത് പോകരുത്. നിങ്ങൾ തമ്മിൽ ബോണ്ടായി കഴിഞ്ഞാൽ ടോട്ടൽ സിനാരിയോ വർക്ക് ആവില്ല. ഓപ്പോസിഷൻ പരിപാടികളൊക്കെ ഉണ്ട് പരിസരത്ത്. അപ്പോ അങ്ങനെയുള്ളൊരു പട്ടിയായിട്ടുള്ള കുറെ സീക്വൻസുകൾ നമ്മൾ എടുത്തപ്പോ ഈ ലക്കിനെ താമി വിളിക്കുന്നത് വിഷയമില്ല, വളരെ ദൂരെയാണ് ആ വിസിൽ കേട്ടാ പറഞ്ഞു വരും. ആ കണക്ഷൻ ഭയങ്കരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി വരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയ സാധനം. നന്നായിട്ട് അഭിനയിച്ചു. ശരിക്കും പട്ടികളെ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെടും. അത്രയും കഷ്ടപ്പാട് ലക്കിയെ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അല്ലെ ഇപ്പം ഇതിനകത്ത് വേറെ വളരെ ഇമ്പോർട്ടന്റ് പെർഫോമൻസ് ടൊവിനോ, മനസ്സിലായില്ലേ? ടൊവിനോയുടെ പെർഫോമൻസ് പല രീതിയിലും ഭയങ്കര വലിയ അഭിപ്രായങ്ങളും അപ്രിസിയേഷൻസും വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ടൊവി, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? ടൊവിയുടെ ആയിട്ടുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്? ടൊവി ത്രൂ ഔട്ട് ദ സിനിമ നമ്മൾ ഷൂട്ടിന് മുൻപേ ആയാൽ പോലും എന്ത് മാറ്റങ്ങളാണ് പുതിയത് എന്നുള്ള ചോദിക്കുകയും നമ്മളെ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും പോയി ഇരിക്കാം, സ്ക്രിപ്റ്റ് റീഡ് ചെയ്യാം. അവൻ ആഗ്രഹമുണ്ട് നന്നാക്കാനും നല്ല സിനിമകൾ ചെയ്യാൻ അവൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ സിനിമ സംഭവം. പിന്നെ ഇപ്പൊ പ്രൊഡക്ഷനായിട്ട് അതിൽ തന്നെ നല്ല റാപ്പും ഉണ്ട്, മറ്റു തലവേദനകളില്ല, അപ്പോൾ പ്രൊഡക്ഷൻ തലവേദനകളൊന്നും തന്നെ ഇല്ല. അപ്പം എല്ലാവരുമായിട്ട് കോർപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പോയിന്റ് പോലെ ക്യാരക്ടറിന്റെ ആ ഒരു ഡെപ്ത് പുള്ളി വിട്ടിട്ടില്ലല്ലോ. നമ്മൾ പല ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ അവസാന സമയം കുറച്ച് മാസമാകാം, ഇല്ലെങ്കിൽ തിരിച്ചിടിക്കാം, എന്നൊക്കെ പല ഒപ്പീനിയനും വരാം അല്ലെ. ഈ സിനിമയിൽ അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയവും. അദ്ദേഹം ഈ ഇഷ്യൂസ് എല്ലാം സോർട്ട് ചെയ്യുന്ന നിയമത്തെയും ഇല്ലെങ്കിൽ ഇവിടെ സിസ്റ്റത്തെ വിചാരിച്ച് തന്നെയാണ്. ഏത് സിസ്റ്റം ആണോ ഈ സിനിമയെ ഇഷ്യൂ ഉണ്ടാക്കി അവർ അതിന്റെ ഓപ്പോസിറ്റ് നല്ല ആലോചിച്ച് അത് സോർട്ട് ചെയ്യുന്നുള്ളത് ഭയങ്കര അടിപൊളി പൊളിറ്റിക്സ് ആണ്. ആ ഒരു അല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് റീഡിങ് ടോയ് നമ്മുടെ അടുത്ത് സുവർണ്ണ സിംഹാസനത്തിന് റെഫറൻസ് വായിക്കണം. ഇത് ഈ സബ്ജക്ട് നമ്മൾ ഇതായി കഴിഞ്ഞിട്ട് പുള്ളി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി സാധനങ്ങൾ വായിക്കുകയും ആളോട് സംസാരിക്കുകയും ഒക്കെ തിരിച്ചിങ്ങോട്ട് പോകണം ചെയ്യും. നമ്മളൊരു കാഷ്വലായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണാനൊക്കെ പോകുന്ന സമയത്ത് അതിൽ അതൊരു സാധനം വായിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായി. പിന്നെ ഹിസ്റ്ററി, ഇത്തരം സമരങ്ങളുടെ ചരിത്രം അതൊക്കെ വായിച്ച് ഭയങ്കര ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം അത്രയും അധ്വാനം അതിന്മേൽ നടത്തണമെന്നില്ല. കിട്ടുന്ന സീൻ അതെങ്ങനെ പെർഫോം ചെയ്യാന്ന്. പക്ഷെ ഇതിന്മേൽ ഒരുപാട് റിസർച്ച് ടൊവിയുടെ സൈഡിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. വായനയായാലും യൂട്യൂബിൽ വീഡിയോസ് കാണലായാലും ഒക്കെ. ഫിസിക്കലി മൂന്ന് ക്യാരക്ടറിന് മൂന്ന് മാറ്റങ്ങൾ ചെറിയ എളുപ്പമല്ല. നമ്മുടെ സിനിമയായിട്ട് പറഞ്ഞല്ല, നമ്മൾ ഇത്രയും സിനിമ വർക്ക് ചെയ്തല്ലേ. ടൊവിയുടെ കഴിഞ്ഞ കുറച്ച് സിനിമകളിൽ എനിക്ക് ഏറ്റവും ടൊവി ഇഷ്ടപ്പെട്ടത്, ഞാൻ ടൊവിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആക്ച്വലി ഒരു നടന്റെ കംപ്ലീറ്റ് ഒരു ഇമ്പാക്ട് സിനിമയിൽ ടൊവി കൊടുത്തിട്ടുണ്ട് അല്ലെ. പിന്നെ ചേരൻ സാറിനെ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്തത്? ചേരൻ സാറിന്റെ ക്യാരക്ടർ, ചേരൻ സാർ ഫാനാണോ? സിനിമ ഫാനാണോ? അവിടുത്തെ സിനിമകളിലാണ്. അപ്പം ചേരൻ സാറിന് ശരിക്കും നമ്മള് ഇങ്ങനെ ഓപ്ഷൻ വന്നതിന് ശേഷം നമ്മള് നേരിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്ത് അവിടെ ഓഫീസിൽ പോയി പുള്ളിയെടുത്ത് സ്ക്രിപ്റ്റ് നിർദ്ദേശം കൊടുക്കുക. അപ്പൊ ചേരൻ സാർ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും അന്യഭാഷ നടനാണ്. അപ്പം ഇവിടെ വലിയ അക്സെപ്റ്റൻസ് എങ്ങനെ തിയേറ്ററിൽ മുൻ സിനിമകളില്ല. അപ്പം പ്രൊഡക്ഷൻ ഹൗസിനെ പറ്റി ഞാനൊരു റിവ്യൂല് കണ്ടു, ഒരു ഇത്ത വന്നിട്ട് പറയാണ് ആദ്യ സിനിമയാണോ എന്ന് പുള്ളി ചോദിക്കുന്നത്. അതൊക്കെ അടിപൊളി മൊമെന്റ് ആയിട്ട് തോന്നി. പിന്നെ ഇപ്പൊ ഇവിടെ ഈ പുതിയ പ്രൊഡക്ഷൻ കമ്പനി വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന അവരെ പ്രൊമോട്ട് ചെയ്യല സിനിമക്കാട്ടി കൂടുതൽ. ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന രീതി അടിപൊളിയാണ്, മനസ്സിലല്ലേ? ഇപ്പം ഈ ഇന്റർവ്യൂ തന്നെ ടിപ്പുവിനെ ഇന്റർവ്യൂ നിർത്താൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടു അല്ലേ. അത് ടിപ്പു ഇവിടെ എന്റെ ഫസ്റ്റ് ആദ്യത്തെ ഇന്റർവ്യൂ എക്സ്ക്ലൂസീവ് സിനിമ ബ്രാൻഡിൽ. അപ്പൊ താങ്ക് യു ടിപ്പു. അതല്ലേ ഞാൻ പറഞ്ഞു, ഇവിടെ ഇപ്പൊ സിനിമയെക്കാട്ടി പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ വന്ന് പ്രൊമോട്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കമ്പനിയിൽ പ്രൊഡ്യൂസേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ നമുക്ക് വളരെ എവിടെ നമുക്ക് കാണാൻ പറ്റും പല സിനിമകളിലും, മനസ്സിലായില്ലേ? അപ്പം അവിടെ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി അവർ നിൽക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പല സമയങ്ങളിൽ ഞാൻ ടിപ്പോനെ കാണാറുണ്ട്, പ്രണവിനെ കാണാറുണ്ട്, റേഡിയോയിൽ പല മെമ്പേഴ്സിനെ കാണാറുണ്ട്. അവർ ഈ സിനിമയെ കുറിച്ച് അത് എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടാം, അത് ഒരു ഭാഗ്യം തന്നെയാണ് അനുരാജ്. ഇവിടെ ഫസ്റ്റ് 3 days കഴിഞ്ഞാൽ ഇനി സിനിമ സംസാരിച്ചോ എന്ന് പറയുന്നത് ഇന്നും ഈ സിനിമയ്ക്ക് ഇവിടെ വന്നിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പേഴ്സണലി നമ്മളെല്ലാവരും ക്യാമറയെ ഫേസ് ചെയ്യാൻ മടിയും പേടിയും ഉള്ള ലാസ്റ്റ് ഇന്റർവ്യൂ ഞാൻ ഇതിനെ വിളിച്ചാൽ നീ ഒറ്റയ്ക്ക് ഇരിക്കില്ല, നീ ഇല്ലായിരിക്കില്ല. അങ്ങനെ ഞങ്ങള് ബാക്ക് ടു ബാക്ക് ഇരിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ കുറച്ച് സ്പീഡ് കൂടുതലാണ്. അപ്പൊ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് കുറയായിരിക്കും, പിന്നെ ഇടയ്ക്ക് വിക്ക് വരും. അപ്പൊ ഇതിപ്പോ ഒരു ഗതികേട്, സിനിമയുടെ പ്രൊമോഷൻ സംവിധായകൻ വന്നിരിക്കാതെ സംസാരിക്കാനുള്ള ഗതികേട് കൊണ്ടുവന്നിരിക്കുന്ന.
ഒരു താല്പര്യമില്ല. അല്ലല്ല ഗ്രീനൊന്നുമില്ല, പ്രൗഡായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന മൊമെന്റ് ആണ് അജയരാജ്. ഇപ്പം അജയരാജിനോടാണെങ്കിൽ ടിപ്പുനോടാണെങ്കിൽ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ബഡ്ജറ്റ് ഉണ്ട്, നല്ല സിനിമ ഉണ്ടാവണമെന്നില്ല, റൈറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന പറയുന്നത് ഒരുപാട് അത് നിങ്ങൾക്കത് ദൈവമായിട്ട് വന്നിരിക്കുകയാണ് ഈ സിനിമ. അത് മാത്രമല്ല ആ സിനിമ കണ്ട പ്രേക്ഷകർ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റി എന്താണ്. ഞാൻ എവിടെ പോയാലും, ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരു ദിവസം എത്ര റിവ്യൂസ് ഷെയർ ചെയ്യുന്ന ഫേസ്ബുക്ക്. അതെ അതൊക്കെ ഒരിക്കലും കാഷൂട്ട് ചെയ്യുന്നല്ലോ, അത് ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ എഴുതുന്നതാണ്, നമുക്ക് വായിക്കാം അത്രത്തോളം. പുതിയ കാലത്ത് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ കമന്റ്സ് നോക്കി, നെഗറ്റീവ് കമന്റ്സ്? അതെ, നമുക്ക് നമ്മുടെ സിനിമയ്ക്കുണ്ട്, 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന സിനിമയൊന്നുമല്ല, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമയും നമ്മുടെ അല്ല. പക്ഷെ അനാവശ്യ നെഗറ്റീവ് കമന്റ്സ് പോയി നോക്കുമ്പോൾ എല്ലാം ഫേക്ക് ഐഡീസ് ആണ്. അതെ ഉറപ്പായിട്ടും എല്ലാം ഫേക്ക് ഐഡീസ് ആണ്. പലതരത്തിലുള്ള ഫോട്ടോസ്, പ്രൊഫൈൽ ലോക്ക്ഡ് ആയിരിക്കും, അവരുടെ മറ്റ് തെളിവുകളൊന്നും. പക്ഷെ പോസിറ്റീവ് കമന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജെനുവിൻ അക്കൗണ്ട്സ് ആണ്. അവർ ശരിക്കും മാധ്യമ പ്രവർത്തകരാവാം, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്, പ്രൊഫസേഴ്സ് ആയിരിക്കാം, അങ്ങനെ പല നാനാവിധ തുറകളിലുള്ള ആൾക്കാർ, ആർട്ടിസ്റ്റുകൾ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് കമന്റ്സിന് മുഖങ്ങളില്ല, പോസിറ്റീവ് കമന്റ്സിന് കൃത്യമായ മുഖങ്ങളുണ്ട്. അത് തന്നെ വലിയ മാറ്റമാണല്ലോ ശരിക്കും. പിന്നെ ഇന്ത്യൻ സിനിമ കമ്പനി ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ പോകുന്നു കേട്ടു. പുതിയ പുതിയ ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനും ഒക്കെ ഇവരെ അപ്രോച്ച് ചെയ്യാം, ഇവരുടെ വെബ്സൈറ്റിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ. അപ്പൊ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോൾ നിർമ്മിക്കാൻ പറ്റട്ടെ. അജയരാജിന് ഇനിയും അടിപൊളി സിനിമകൾ ഇനിയും ഒരുപാട് ഇപ്പം വരട്ടെ. അവരെന്തായാലും വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ചർച്ച അവരാണ്. അപ്പൊ എല്ലാവർക്കും ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. നരിവേട്ട തിയേറ്ററിൽ വളരെ അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാണാത്ത ആളുകളെല്ലാം ഇപ്പൊ മഴയുണ്ടാവും, സ്കൂൾ വർക്കാൻ പോവുകയാണ്, മന്ത് എൻഡ് ആണ്, ഒരുപാട് കാരണം. പക്ഷെ ആ കാരണങ്ങൾ കൊണ്ട് ഈ സിനിമ മുടക്കുക. ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുന്ന സിനിമയാണ്. തിയേറ്ററിലുള്ള ഒരു തിയേറ്ററിൽ കാണേണ്ട എല്ലാവിധ ഇമോഷൻസും ഇല്ലെങ്കിൽ ആ എക്സ്പീരിയൻസും സൗണ്ട് എഫക്ട്സ് എല്ലാം അത്രത്തോളം ക്വാളിറ്റിയിലും അത്രത്തോളം ബഡ്ജറ്റ് ചെയ്ത സിനിമയാണ്. ഇങ്ങനത്തെ സിനിമകൾ വിജയിച്ചാൽ മാത്രമേ ടിപ്പു പോലത്തെ ആൾക്കാർക്ക് ഇതുപോലുള്ള സിനിമകൾ ഇനിയും ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. പ്രേക്ഷകൻ എന്താ പറയാനുള്ളത്? സാധ്യത പറഞ്ഞു തന്നെയാണ്. നമ്മളുടെ കുറച്ചു കാലത്തെ അധ്വാനമാണ്. എൻ്റെ 4 വർഷം, എൻ്റെ അഭിനയ 4 വർഷത്തെ അധ്വാനമാണ്. അതിലേക്ക് ഇപ്പോൾ ടിപ്പു വരുന്നു. ടിപ്പു അതിലേക്ക് വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പം അത്യാവശ്യം നല്ല അഭിപ്രായമുള്ള സിനിമയാണ്. അപ്പം അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തേണ്ട സിനിമയാണ്. നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഒരു പരിധി കൂടുതൽ നമ്മൾ ഓവർ ഇമോഷൻസ് അതിലേക്ക് ഫീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ ഹ്യൂമൻ ഇമോഷൻസ് നിങ്ങൾക്ക് കിട്ടുകയും ഈ സിനിമ കൃത്യമായി നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് നിങ്ങളെ തിയേറ്ററിൽ എൻഗേജ് ചെയ്യിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വീട്ടിലെത്തിയാലും ഓർക്കുകയും ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഞങ്ങളൊക്കെ വിശ്വാസം. അപ്പോൾ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴെന്താ പറയാനുള്ളത്? ഇതൊരു തിയേറ്റർ മസ്റ്റ് വാച്ച് ഫിലിമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് പടം കാണുക. ടിപ്പുവും ഷിയാസ് രണ്ടുപേരാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 2 ആളുകളുണ്ട് ഈ പ്രൊഡക്ഷൻ. പുള്ളി ഇന്ന് ഇവിടെ ഇല്ല, അതുകൊണ്ട് പുള്ളി ഇല്ലാത്തത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാൻ പടം അല്ലേ? താങ്ക് യു.